ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. യു കെയിൽ ഇപ്പോഴും വംശീയ വെറി, അതായത് റേസിസം കെട്ടടങ്ങിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള നമുക്കറിയാലോ, കലാപം ഉണ്ടായതൊക്കെ അതൊന്നും പൂർണ്ണമായിട്ടും കെട്ടടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് ഇപ്പോൾ ഓരോ വാർത്തകളും സൂചിപ്പിക്കുന്നത്. അതായത് യമനിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്റ്റുഡൻ്റാണ്. പുള്ളിക്കാരി ട്രെയിനിൽ പോയ സമയത്ത് 2-3 ചെറുപ്പക്കാർ കൂടി പുള്ളിക്കാരി വർഗീയമായിട്ട് അധിക്ഷേപിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അതായത് മുസ്ലിങ്ങളെ കൊല്ലേണ്ടതാണ്, മുസ്ലിങ്ങൾ ഇവിടെ വന്ന് അവരെ ശല്യപ്പെടുത്തുകയാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കുറേ പുള്ളിക്കാരോട് ഷൗട്ട് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന ഇപ്പോഴും ഇവിടെ വംശീയ വിരോധം, വംശീയ വേറിയുള്ള ആൾക്കാർ ധാരാളമുണ്ട്. കൂടുതലും ചെറുപ്പക്കാർ, അതായത് യൂത്തായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ. പിന്നെ കുറേ പേരുണ്ടല്ലോ, ചെറുപ്പക്കാരൊക്കെ കുറേയൊക്കെ പേര് ഇങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ കൂട്ടത്തിൽ. എല്ലാവരും അവർക്ക് ഈ വിദേശീയരെ കാണുമ്പോൾ അവർക്ക് ധാർമ്മിക രോഷം പൊങ്ങും. അവരുടെ ജോലിയെല്ലാം നമ്മളെടുക്കുന്നു. അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ലെന്നുള്ളൊരു സത്യമാണ്. അവരിങ്ങനെ നടക്കും. എന്നാലും വെറുതെ കുറേ ചെറുപ്പക്കാരുണ്ട് ജോലി ചെയ്യാൻ കഴിയില്ല. അവർ ബെനിഫിറ്റ്സൊക്കെ മേടിച്ച് മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമയായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ളവരാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാണേലും അവർക്കൊക്കെ എന്താ ഇങ്ങനെ കുറേ പേർക്ക് നമ്മുടെ വിദേശീയരെയൊക്കെ കാണുമ്പോൾ, ഇമിഗ്രൻസിനെ കാണുമ്പോൾ അത് ഒരു റേസിസം ഉണ്ട് ഉള്ളിൽ. എങ്ങനെയാലും റേസിസം ഉണ്ട്. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അവരുടെ അടുത്തുനിന്ന് വരും. അപ്പം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോഴും വെളിയിലിറങ്ങുമ്പോഴൊക്കെ ഇപ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. അതായത് ഇപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാൻ. നിവൃത്തിയുള്ളിടത്തോളം ഇതുവരെ യാത്രയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും കൂടെ പോകുന്നതാണ് നല്ലത്. മൈഗ്രൻസ് നമ്മുടെ ആൾക്കാരും ഒക്കെ ഒത്തിരിയും നമുക്കറിയാം, ഒത്തിരി ഓവർ ടൈം ചെയ്തും കഷ്ടപ്പെട്ടും പൈസ ഉണ്ടാക്കി ആണ് ഒരു നല്ല വീടുകളും എല്ലാം മേടിച്ച് നല്ല കാറുകളും എല്ലാം മേടിച്ച് അങ്ങനെ നടക്കുന്നത്. പക്ഷേ ഇവർ വിചാരിക്കുന്നു, ഇവർക്കറിയത്തില്ല. ഇവർ നോക്കുമ്പോൾ ഇവർ വലിയ ലാവിഷായിട്ട് ഭയങ്കര വലിയ വീടും മേടിച്ച് കാറും ഒക്കെ മേടിച്ച് വലിയ പാർട്ടിയൊക്കെ നടത്തി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പാർട്ടി ഇതുമെല്ലാം കഴിഞ്ഞ് ഈ വീടും എല്ലാം മേടിച്ചിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ മോർഗേജ് അടയ്ക്കാനും ഇതിൻ്റെ കാറിൻ്റെ EMI അടയ്ക്കാനും എല്ലാമായിട്ട് കഠിനമായിട്ട് കഷ്ടപ്പെടുന്ന അതവർ കാണുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങനെയുള്ള വംശീയ വെറി കൊണ്ട് ഇങ്ങനെ ഉള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതലും വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങൾ നോക്കി ഒതുങ്ങി, അങ്ങനെയുള്ള ഒരു ഏരിയയെ അങ്ങനെയുള്ള ആൾക്കാരെയും കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാകല്ലോ. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് മാറിപ്പോവുകയും അവരുടെ മുമ്പിൽ കൂടുതൽ ഇങ്ങനെ നമ്മൾ സമയം ചിലവഴിക്കാതിരിക്കുകയും എത്രയും പറ്റുന്നത്ര ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ COS ഇഷ്യൂസ്, ഒത്തിരി പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ COS ഒക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ COSൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ള ഡിലേ വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ആകാംക്ഷയോടെ ഇങ്ങനെ നാട്ടിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് ഒരു NHSലൊരു കമ്മിറ്റിയെ വെച്ച് അവരൊരു പഠനം നടത്തുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ NHSൻ്റെ പ്രവർത്തനങ്ങളും ഇനി നേഴ്സസിൻ്റെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ആവശ്യകതയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു പഠനം നടത്തുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഉടനെ തന്നെ വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഇപ്പം NHSൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഷോർട്ട് സ്റ്റാഫായിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അവർ ഹൈലൈറ്റ് ചെയ്ത് ഇനിയും NHSന് സ്റ്റാഫ് കൂട്ടാതെ കാര്യമായിട്ടുള്ള അപ്പോയിൻമെൻറ്റുകൾ, കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് ഒന്നും ശരിയായ രീതിയിൽ നടക്കുകയല്ലെന്നുള്ളൊരു റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ഇനിയും വീണ്ടും കൂടുതൽ നഴ്സസിനെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തീർച്ചയായും അതിൻ്റെ റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും.
പിന്നെ മറ്റൊരു കാര്യമുള്ള താൽക്കാലിക വിസ എന്നും പറഞ്ഞുകൊണ്ട് ഒത്തിരി ആയിട്ട് ഇങ്ങോട്ട് UK കൊണ്ടുവരാം. ഇവിടെ വന്നു കഴിയുമ്പം എവിടെയെങ്കിലും ജോലി അവർ മേടിച്ചു തരാം. അല്ലെങ്കിൽ ഇവിടെ 6 മാസത്തെ പഠിത്തം, അത് കഴിഞ്ഞ് 3 മാസം കൂടെ സ്റ്റേ ചെയ്യാം, അപ്പോൾ തന്നെ അവർ ജോലി മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഏജൻസികൾ ഇങ്ങനെ നാട്ടിലൊത്തിരി പേരെ സമീപിക്കുന്നുണ്ട്. അത് നമ്മളറിയുന്ന ഒരാളെ തന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ അവരോട് തന്നെയാണ് പറഞ്ഞത്, ഇപ്പോൾ COS ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനെ താൽക്കാലിക ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നവർക്ക്, അല്ലാത്തവർക്ക് പോലും ഇവിടെ ജോലി കിട്ടുന്നില്ല. താൽക്കാലിക പഠനത്തിന് വേണ്ടിയിട്ട് വരുന്നവർക്ക് ഇങ്ങനെ 6 മാസത്തെ പഠിത്തമൊക്കെ കഴിഞ്ഞ്, അതായത് കെയർ ആൻഡ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലാണ് ഉള്ള ഒരു വിസ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസ് ഒന്നും ഇവിടെ വന്ന് ചെയ്താലും ഒരു ജോലിയും കിട്ടാൻ ചാൻസ് ഇല്ല. അതായത് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ജോലി ചെയ്യത്തില്ല. പഠിത്തം കഴിഞ്ഞ് ആകെ 3 മാസമല്ലേ ഉള്ളൂ. ആ സമയം കൊണ്ട് എവിടെ കയറാനാണ്? ഇവരൊന്നും ജോലിയൊന്നും മേടിച്ചു തരത്തില്ല. അവർ എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് അവർക്ക് കിട്ടാനുള്ള പൈസയും കിട്ടിക്കഴിയുമ്പോൾ അവർ കൈ കഴുകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ആരും പോകാതെ, അതിലൊന്നും പെട്ടുപോകാതെ അവരുടെ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകും. പക്ഷേ അതൊക്കെ വെറും വാഗ്ദാനങ്ങളാണ്. ഇവിടെ വന്നു കഴിയുമ്പം അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ തന്നെ ഇങ്ങനെ ഓരോ വിസയൊക്കെ ആയിട്ട് ഏജൻറ്റുമാർ കൊണ്ടുവന്ന് വിട്ടിട്ട് ജോലി കിട്ടാതെ വലയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് ഇപ്പം ഭയങ്കരമായിട്ട് ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള അന്വേഷണം ഇപ്പം നടക്കുന്നുണ്ട്. ഓരോ എംപ്ലോയറെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഏജൻസികളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ടെടുത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെട്ടുപോകരുത്. ഇപ്പോൾ ഏജൻസി ക്യാൻസലാക്കുക, അല്ലെങ്കിൽ അവർ വന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ എംപ്ലോയറിൻ്റെ സ്പോൺസർഷിപ്പ് ക്യാൻസലാക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇവരെന്തെങ്കിലും ഇങ്ങനെ മാൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ജോലിക്ക് കയറിയ ആൾക്കാർക്കും അത് ദോഷകരമായിട്ട് വരും. അതുകൊണ്ട് നമുക്ക് 100% ഉറപ്പില്ലാതെ നമ്മൾ ഒരു കാര്യത്തിന് ഇപ്പം മുന്നോട്ട് ഇറങ്ങരുത്. ഇപ്പോൾ ഇവിടെ COS ഒന്നും ഇഷ്യൂ ചെയ്യുന്നില്ല. ഇവിടെ വന്ന് ഷോർട്ട് ടൈം കോഴ്സ് പഠിച്ചാലും ജോലിയൊന്നും കിട്ടുകയില്ല. അതുകൊണ്ട് അല്ലാതെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനും PSWയിലുള്ള സ്റ്റുഡൻസിനും ഒക്കെ COS കിട്ടാതെ അവർ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യം. അപ്പോൾ ഏജൻസികൾ ഇപ്പോൾ പറയുന്നൊന്നും മുഖവിലേക്ക് എടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടുപോകാതെ എല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ, ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്കും ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.